എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മാസ്ക്ഡ് മല്ലു. നിങ്ങൾ കാണുന്നത് മാസ്ക്ഡ് മല്ലു എന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് കുറഞ്ഞ ചിലവ് എങ്ങനെ ഒരു PC സ്വന്തമാക്കാം എന്നുള്ളതാണ്. കുറഞ്ഞ ചിലവെന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 30,000 rupees ബഡ്ജറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ PCയുടെ കോമ്പോണൻസിലോട്ട് പോകാം. ഈ ബിൽഡിൽ ഞാൻ എടുത്തേക്കുന്ന പ്രൊസസ്സർ AMDയുടെ Ryzen 3 3200G പ്രൊസസ്സറാണ്. ഇതൊരു CPU അല്ല, ഇതൊരു APU ആണ്. അതായത് നിങ്ങൾക്ക് വീഡിയോ ഔട്ട്പുട്ട് ഈ പ്രൊസസ്സറിൽ നിന്ന് തന്നെ എടുക്കാം. ഈ പ്രൊസസ്സർ കണക്ട് ചെയ്തിരിക്കുന്ന മദർ ബോർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഔട്ട്പുട്ട് എടുക്കാം. ഇത് 4 കോർ 4 ത്രെഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഹൈപ്പർ ത്രെഡിംഗ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈപ്പർ ത്രെഡിങ്ങിനെ പറ്റി നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പവർ 65 വാട്ട്സ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു കൂളർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ കൂളർ ഒരു പരിധി വരെ ഈ പ്രൊസസ്സറിനെ കൂൾ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഓവർക്ലോക്കിംഗ് ഈ പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യില്ല. ഇതിൻ്റെ ബേസ് ക്ലോക്ക് ഫ്രീക്വൻസി 3.6 GHz ബൂസ്റ്റ് ക്ലോക്ക് ഫ്രീക്വൻസി 4 GHz ആണ്. ഇതിൻ്റെ പ്രൈസ് 8,549 rupees ആണ്. റൗണ്ട് ചെയ്ത 8,450. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബിൽഡിൻ്റെ അടുത്ത കോമ്പോണൻറ്റിലോട്ട് പോകാം. ഇപ്പോൾ നമ്മുടെ ബിൽഡിൻ്റെ അടുത്ത കോമ്പോണൻറ്റ് ഒരു മദർ ബോർഡാണ്. ഈ ബിൽഡ് ഞാൻ എടുത്തേക്കുന്ന മദർ ബോർഡ് ഗാലക്സിൻ്റെ B450M മദർ ബോർഡാണ്. ഈ മദർ ബോർഡിനകത്ത് M.2 സ്ലോട്ട്സ് ഉണ്ട്, Gen 3 PCI സ്ലോട്ട്സും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് SATA 3 6Gbps സ്ലോട്ട്സും ഇതിലുണ്ട്. പിന്നെ ഈ മദർ ബോർഡ് USB 3.1 സപ്പോർട്ടഡ് ആണ്. അതായത് നിങ്ങളുടെ കേസിൽ USB 3.1 കണക്ടർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ബിൽഡിൽ കണക്ട് ചെയ്യാം. ഈ മദർ ബോർഡിൻ്റെ പ്രൈസ് 6,500 rupees ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത കമ്പോണൻറ്റിലോട്ട് പോകാം. നമ്മുടെ അടുത്ത കമ്പോണൻറ്റ് ഇതിനെല്ലാം നമ്മുടെ കോമ്പോണൻസിനെല്ലാം പവർ കൊടുക്കുന്ന പവർ സപ്ലൈ ആണ്. ഈ ബിൽഡിൽ ഞാൻ എടുത്തേക്കുന്ന പവർ സപ്ലൈ കോർസെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ PS സീരീസിലുള്ള 450 വാട്ട്സിൻ്റെ പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈ മോഡുലർ അല്ല, ഇതൊരു ബേസിക് പവർ സപ്ലൈ ആണ്. ഇത് 80+ ബ്രോൺസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പവർ സപ്ലൈ 88% പവർ എഫിഷ്യൻസി തരുമെന്നാണ് കമ്പനി പറയുന്നത്. ഈ ബിൽഡിൽ നമ്മൾ അടുത്ത കോമ്പോണൻറ്റ് സ്റ്റോറേജ് ആണ്. അപ്പോൾ ഞാൻ ഈ ബിൽഡിൽ എടുത്തേക്കുന്ന സ്റ്റോറേജ് സീഗേറ്റിൻ്റെ ബാരാക്കൂഡ 1 TB ഹാർഡ് ഡ്രൈവ് ആണ്. ഈ ഹാർഡ് ഡ്രൈവ് 7200 RPM-ലാണ് വർക്ക് ചെയ്യുന്നത്. ഹാർഡ് ഡ്രൈവിൽ നിങ്ങൾക്ക് 64 MB ക്യാഷ് മെമ്മറിയും ഉണ്ട്. ഈ പ്രൈസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ 240 GBയുടെ SSD നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് SSD എടുക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് 240 GBയുടെ നല്ലൊരു SSDയുടെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഈ ബിൽഡിൻ്റെ അടുത്ത കോമ്പോണൻറ്റ് RAM ആണ്. നമുക്ക് ഈ ബിൽഡിൽ 3600 MHz ഹൈ എൻഡ് റാം നമുക്ക് ഈ ബിൽഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ CPU അത്രയും ഡിമാൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ CPUവിൻ്റെ മാക്സ് റാം സപ്പോർട്ട് 2933, അതായത് റൗണ്ട് ചെയ്യുമ്പോൾ 3000 MHz ഇത് സപ്പോർട്ട് ചെയ്യും നമ്മുടെ CPU. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന റാം XPGയുടെ ഗെയിമിക്സ് D30 സീരീസിലുള്ള 8GB 3000 MHz റാമാണ്. ഇതിൻ്റെ പ്രൈസ് 2700 ആണ്. ഞാൻ പ്രൈസ് കാൽക്കുലേഷൻ ഈ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രത്യേകം പ്രൈസ് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗായ്സ്, ഇവിടെ ചെറിയ ഫാനിൻ്റെ ചെറിയ മുഴക്കമുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ. ഗായ്സ്, ഈ കോമ്പോണൻസ് എല്ലാം തട്ടിക്കൂട്ടി വയ്ക്കാൻ നമുക്കൊരു കേസ് വേണം. ഞാൻ ഈ ബിൽഡിൽ എടുത്തേക്കുന്ന കേസ് ആൻറ്റി സ്പോർട്സിൻ്റെ ICE 100TG ആണ്. ഈ കേസ് വരുന്നത് 2500 rupees-ലാണ്. ഈ കേസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു 120 mm ഒരു ഫാനും കൂടെ കിട്ടുന്നുണ്ട്. സൈഡിൽ ടെമ്പേർഡ് ഗ്ലാസും ഈ കേസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ബിൽഡ് ഈ 2500 rupees പ്രൈസ് റേഞ്ചിൽ ഇതൊരു നല്ല കേസാണ്. നിങ്ങൾക്ക് വേറെ കേസ് എടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വേറെ 2500 rupees വരുന്ന ഏത് കേസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് കമ്പൽസറി അല്ല. കാരണം ഈ ബിൽഡ് നിങ്ങൾക്ക് അത്ര ഹൈ ആൻഡ് എയർ ഫ്ലോ കേസ് ഒന്നും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് 2500 ആ റേഞ്ചിൽ വരുന്ന ഏത് കേസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ 30,000 PC ബിൽഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.